പലരുടെയും ധാരണ എന്താ വെച്ചാൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, ആക്ഷൻ എടുക്കുമ്പോഴാണ് മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. നമ്മൾ ആഗ്രഹത്തിന് ഒരു ഗോളായിട്ട് ആദ്യം സെറ്റ് ചെയ്യണം, എന്നിട്ട് അതിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. അപ്പോഴാണ് നമുക്ക് അത് റിയാലിറ്റിയിൽ സംഭവിക്കാം. സാധാരണയായിട്ട് എല്ലാവർക്കും മോട്ടിവേഷൻ വരുന്ന ഒരു സമയമുണ്ട്. അതെന്താണെന്നറിയോ? ഡിസംബർ 31. ഡിസംബർ 31 ആകുമ്പോൾ പലർക്കും മോട്ടിവേഷൻ വരും. ജനുവരി 1 മുതൽ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, തല കുത്തി മറയുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ടുണ്ട്. മോട്ടിവേഷൻ ഇല്ലെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റും. ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. പലരുടെയും ധാരണ എന്താ വെച്ചാൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, ആക്ഷൻ എടുക്കുമ്പോഴാണ് മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. നമുക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ബിനേഷ് രവീന്ദ്രൻ, ഫൗണ്ടർ ആത്മമന്ത്ര MM30. സോ എങ്ങനെയാണ് നമുക്ക് മോട്ടിവേഷൻ ഇല്ലാതെ ആക്ഷൻ എടുക്കാൻ പറ്റുക? വേണമെങ്കിൽ തിരിച്ചു പറയാം, മോട്ടിവേഷൻ ഇല്ലാതെയും നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആക്ഷൻ എടുക്കാൻ പറ്റൂ എന്നത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. ഈ ക്ലാസ് അവസാനം വരെ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? പലരും ധാരണ എന്താണ്? മൂഡ് വന്നാൽ മാത്രമാണ് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുക. പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മൂഡില്ലെങ്കിലും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാറ് വേണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അല്ല 2026 ഡിസംബർ 31 ചുവന്ന കളറിലുള്ള ഇന്ന മോഡൽ, ഇന്ന കമ്പനിയുടെ ഇന്ന കാറ് വേണമെന്ന് പറയുന്നത് ഒരു ഗോളാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ആഗ്രഹത്തിന് ഒരു ഗോളായിട്ട് ആദ്യം സെറ്റ് ചെയ്യണം, എന്നിട്ട് അതിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. അപ്പോഴാണ് നമുക്ക് അത് റിയാലിറ്റിയിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ MM30 നമ്മൾ ചെയ്യിക്കുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒരു ഗോളാക്കി മാറ്റും. എന്നിട്ട് അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ എന്തൊക്കെയാണ് നിങ്ങളുടെ തടസ്സങ്ങൾ എന്ന് വെച്ചാൽ ആ തടസ്സങ്ങൾ മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞ് എങ്ങനെ നിങ്ങൾ ആ ഗോളിലേക്ക് മൂവ് ചെയ്യാൻ കൺസിസ്റ്റന്റ് ആക്ഷൻ എടുക്കണം എന്നുള്ളത് പറഞ്ഞു തരും. അതുപോലെ തന്നെ അതിൻ്റെ ആക്ഷൻ്റെ സ്പീഡ് കൂട്ടാനായിട്ടുള്ള മൈൻഡ് പവർ ടെക്നിക്സും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇതാണ് MM30 ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു ഗോൾ സെറ്റിംഗ് ക്ലാസ് അല്ല ഇത്. ഇതൊരു മൈൻഡ് പവർ ഓറിയന്റഡ് ആയിട്ട് മൈൻഡ് പവർ കൊണ്ട് എങ്ങനെ നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പം നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, പല ലക്ഷ്യങ്ങളും ഉണ്ടാവും, പക്ഷെ അത് നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന്റെ കാരണം നിങ്ങൾ പലരും വിചാരിക്കണം മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടാണെന്നിരിക്കും പലരും ധരിക്കുന്നുണ്ടാവുക. എന്നെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെയോ എത്തുണ്ടായിരുന്നതാണ് പലരും ധാരണ. എന്നാൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മോട്ടിവേഷൻ ഉണ്ടെങ്കിട്ടാണ് ആളുകൾ ലൈഫിൽ സക്സസ് ആയ ആളുകൾ മുഴുവൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ മോട്ടിവേഷൻ അത്ര ഭയങ്കര പ്രധാനപ്പെട്ട സാധനമൊന്നുമല്ല. മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞില്ല, അത് തെറ്റാണ്. വിജയികളെ, അതായത് സക്സസ്ഫുൾ ആയ ആളുകളെ സക്സസ്ഫുൾ ആക്കുന്നത് മോട്ടിവേഷൻ ഒന്നുമല്ല, അവരുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷനാണ്. ഏത് സക്സസ്ഫുൾ ആളെ വേണമെങ്കിൽ നോക്കിക്കോളൂ, അവരെ ഒരാൾ പിന്നിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊന്നുമില്ല. അവർ സെൽഫ് മോട്ടിവേറ്റഡ് നമ്മൾ പറയുന്നത് എന്താണ്? അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. കൺസിസ്റ്റന്റ് ആക്ഷന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ അതാണ് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കുന്നത്. എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ വന്നിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കുക. എല്ലാം അടിച്ച് പൊളിക്കണം എന്നൊക്കെ ഒരു ഫീല് വന്ന ഒരു നിമിഷങ്ങളായിരിക്കും നിങ്ങൾ ഈ മോട്ടിവേഷനോട് ഉദ്ദേശിക്കുന്നത്. അതെപ്പോഴൊക്കെ ആയിരിക്കും? ചിലപ്പോൾ നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള നല്ല സ്പീച്ച് ഉള്ളൊരു വീഡിയോ കണ്ടു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടുക. ചിലപ്പോൾ ഒരു 1 ഡേ സെമിനാർ കഴിഞ്ഞപ്പോഴായിരിക്കും നല്ല ട്രെയിനർ നല്ല രീതിയിൽ ഇത് ചെയ്തേ തീരൂ, ചെയ്താലേ നിങ്ങളുടെ ജീവിതം മാറും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തലം മറച്ച് കിടന്ന് ഭൂമി മുഴുവൻ തലകുത്തി മറക്കണം എന്ന് വിചാരിച്ചിട്ടൊരു ഇണക്കുണ്ട്. അപ്പോഴും നമുക്ക് ഒരു മോട്ടിവേഷൻ വന്നിട്ടുണ്ടാവും. പിന്നെ എപ്പോഴാണ് മോട്ടിവേഷൻ വരിക? സാധാരണയായിട്ട് എല്ലാവർക്കും മോട്ടിവേഷൻ വരുന്ന ഒരു സമയമുണ്ട്. അതെന്താണെന്നറിയോ? ഡിസംബർ 31. ഡിസംബർ 31 ആകുമ്പോൾ പലർക്കും മോട്ടിവേഷൻ വരും. ജനുവരി 1 മുതൽ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, തല കുത്തി മറയുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ എന്നെ സ്വയം ചിന്തിച്ചു നോക്കൂ. എത്ര ന്യൂ ഇയറിന് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? നിർത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ശീലങ്ങൾ മാറ്റണം എന്ന് വിചാരിച്ചു? പുതിയ ഹാബിറ്റ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? എത്ര ആളുകൾക്ക് അത് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റി? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് എത്ര ശതമാനം ന്യൂ ഇയറിന് എടുത്ത ആ റെസൊല്യൂഷൻ അത് നിങ്ങൾക്ക് എത്ര പേർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി? ഒന്ന് ടൈപ്പ് ചെയ്യുമോ? ജസ്റ്റ് അത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ എത്ര പേരുണ്ട് എന്നുള്ളത് നോക്കാൻ. ആരും ഇല്ലാണ്ടില്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. നിരാശയാണുള്ള ഫലം. ആരുമില്ല. ഞാൻ ന്യൂ ഇയറിന് തീരുമാനം എടുത്ത് ആരും ചോദിക്കുന്നില്ല, കാരണം അത് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആരോടും ചോദിക്കുന്നില്ല. ഓരോ ന്യൂ ഇയർ ആകുമ്പോഴും
പിന്നെ പുതിയ പുതിയ ഐഡിയകൾ വരും, പുതിയ പുതിയ ആശയങ്ങൾ വരും, ശീലങ്ങൾ തുടങ്ങണം എന്ന് വിചാരിക്കും. നമുക്കറിയാം എന്തൊക്കെ നമുക്ക് വേണമെന്ന്. അതാണ് അതിൻ്റെ സൂചന. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം, എന്ത് ചെയ്താൽ നമ്മൾ നന്നാവും, അല്ലെ നമ്മുടെ ജീവിതം എന്ത് ചെയ്താൽ മാറുന്നു അറിയുന്നതിൻ്റെ ഉള്ളൊരു തെളിവാണ് ന്യൂ ഇയറിന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ. അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ശരിയായി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എവിടെ എത്തുമായിരുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തൊക്കെ ശീലങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചു, എന്തൊക്കെ ശീലങ്ങൾ നിർത്തണം എന്ന് വിചാരിച്ചു, അതൊക്കെ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ഒക്കെ ഭയങ്കര റെക്കോർഡാണ്. 3 ആഴ്ച കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ. അപ്പോൾ ഇതെന്തുകൊണ്ട് അത് സംഭവിക്കണം? ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, മടിയൊന്നുമല്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ചെയ്യാൻ. മടിയാണെങ്കിൽ ഈ ആഗ്രഹമൊന്നും വരില്ല. മടിയന്മാർക്ക് ഈ ആഗ്രഹങ്ങളൊന്നും വരില്ല. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, അങ്ങനെ വേണം, എൻ്റെ ജീവിതം മാറണം, എനിക്ക് അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് മുന്നിൽ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഇല്ല. അതായത് അന്നുണ്ടായിരുന്ന ഒരു മോട്ടിവേഷൻ പിന്നെ ഇല്ല. അത് അങ്ങോട്ട് ഇല്ലാണ്ടായി പോവുകയാണ്. എന്താ കാര്യം എന്ന് അറിയാം? ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആണ്. അതായത് എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അത് തീരുമാനം എന്നല്ല, ഒരു ഫീലിംഗ്. ഒരു ഫീലിങ്ങിൻ്റെ പുറത്ത് എടുക്കുന്ന ഒരു ഡിസിഷൻ. അതിങ്ങനെ മഴ പോലെയാണ്, വരും പോവും, കൺസിസ്റ്റൻ്റ് അല്ല. അപ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ആക്ഷനും അതേമാതിരിയാണ്, വരും പോവും. പിന്നെ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നവർക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം, ടിപ്പ് പറഞ്ഞുതരാം. അതായത് 2 ദിവസത്തിൽ കൂടുതൽ നിങ്ങളൊരു കാര്യം മുടങ്ങി നോക്കി, 3-ാമത്തെ ദിവസം മുതൽ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഒരിക്കലും 2 ദിവസത്തിൽ കൂടുതൽ അത് നീണ്ടുപോകാൻ സമ്മതിക്കരുത്. ഒരു ദിവസം സംഭവിച്ചോട്ടെ, 2-ാമത്തെ പ്രാവശ്യം സംഭവിച്ചാൽ പിന്നെ മനസ്സിലാക്കിക്കോളൂ, ഇനി ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചോളൂ, ചെയ്തോളൂ. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് മുടങ്ങും. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ബാക്കോട്ട് ചിന്തിച്ച് നോക്കും എങ്ങനെയാണ് അത് മുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യവും ഒരു കാരണവശാലും 2 ദിവസത്തിൽ കൂടാൻ സമ്മതിക്കരുത്. ചെയ്താൽ അത് കൂടി അങ്ങനെ അതൊരു ശീലമായി മാറും. പിന്നെ അത് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് ഒരു ശീലമായി മാറും. അപ്പോൾ മോട്ടിവേഷനെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അന്ന് വെച്ചാൽ നിങ്ങൾ അതിന് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തിയേ പറ്റൂ. മോട്ടിവേഷൻ ഇല്ലെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ ഈ ന്യൂ ഇയറിന് ഗോൾ എഴുതിയവർ എത്ര പേരെന്നൊന്നും ഞാനിപ്പോൾ ചോദിക്കുന്നില്ല, കാരണം എല്ലാവരും ഉണ്ടാവും. സത്യസന്ധമായിട്ട് എല്ലാവരും ഉത്തരം പറയണമെങ്കിൽ എല്ലാവരും ഇതിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും. അത് ചെയ്യാൻ പറ്റാത്തവർ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ആരുമില്ല ചെയ്യാൻ പറ്റിയ ആൾക്കാർ. എടുത്ത തീരുമാനം ഫുള്ള് കൊണ്ടു നടക്കാൻ പറ്റിയ ആരുമില്ല. അപ്പോൾ പിന്നെ അതും ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല. ഇനി എന്തുകൊണ്ട് നിർത്തി എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോ? അതാണ് നേരത്തെ പറഞ്ഞ കാരണം. നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ അത് കുറഞ്ഞ ദിവസം നിൽക്കുള്ളൂ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൈ പൊള്ളുന്ന രീതിയിലുള്ള തിളച്ച വെള്ളം എത്ര സമയം തിളച്ച ആ ചൂട് നിൽക്കും പുറത്തിരുന്ന് വെച്ചാൽ. അതേപോലെയാണ് മോട്ടിവേഷൻ. നിങ്ങൾക്കിപ്പോൾ ഒരു റീസൺ, എന്തെങ്കിലും ഒരു ക്ലാസ് കണ്ടു, അല്ലെങ്കിൽ ആരെങ്കിലും സ്പീച്ച് കണ്ടു, ആരെങ്കിലും ഒരു പുസ്തകം വായിച്ചു, ഈ ന്യൂ ഇയറിന് എടുക്കുന്ന തീരുമാനം, ഇതൊക്കെ നമ്മൾക്ക് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു മോട്ടിവേഷൻ മാത്രമാണ്. അപ്പോൾ ഈ മോട്ടിവേഷൻ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. ആദ്യം പറഞ്ഞല്ലോ, മോട്ടിവേഷൻ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മോട്ടിവേഷനെ ആശ്രയിച്ച് ജീവിച്ചാൽ ആക്ഷനും ഇതേമാതിരി വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു കാറ് തള്ളേണ്ട സാഹചര്യം വന്ന ആരെങ്കിലും ഉണ്ടാകും. ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു കാറ് തള്ളേണ്ട സാഹചര്യം വന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. കാറ് തള്ളാൻ തുടങ്ങുമ്പോൾ എന്താ സ്ഥിതി? കാർ ആദ്യം ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് തള്ളിക്കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നല്ല ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. ഒരാളെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ചിലപ്പോൾ 2, 3, 4 ആളൊക്കെ വിചാരിച്ചാൽ കാറൊന്ന് ഇളകി കിട്ടുക. പക്ഷെ അത് ഇളകിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസിയാണ്. അത്ര ഫോഴ്സ് വേണ്ട പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെയാണ് നമ്മുടെ ആക്ഷൻ്റെ കാര്യം. തുടക്കത്തെ 2 മിനിറ്റാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച സമയം. ആ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റ വാക്കിൽ പറയാം, സ്റ്റാർട്ടിങ് ട്രബിൾ. ആ 2 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈസിയായ കാര്യങ്ങൾ. പക്ഷെ ആ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നവർ അത്ര ഈസി പിടിച്ച കാര്യം എന്നുള്ള. അപ്പോൾ ഈ സക്സസ്ഫുൾ ആയ ആളുകൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആദ്യം അത് നോക്കാം. ഈ സക്സസ്ഫുൾ ആയ ആളുകൾ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കൊരു പൈലറ്റിൻ്റെ ഉദാഹരണം എടുക്കാം. അപ്പോൾ പൈലറ്റ് രാവിലെ എഴുന്നേറ്റു, ഇന്ന് തീരെ മോട്ടിവേഷൻ ഇല്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ വിമാനമൊന്നും പറത്തണില്ല എന്ന് വിചാരിച്ചാൽ എന്ന് അയാൾ പറയൂ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരിക്കലും പറയില്ല. ഇന്ന് മോട്ടിവേഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ പ്ലെയിൻ എടുക്കുന്നില്ല, പറത്തുന്നില്ല എന്ന് അയാൾ പറയില്ല. ഒരു ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ മൂടില്ല എന്ന് പറയുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോൾ ഒരു ഡോക്ടർ പറയണം ഇന്ന് രോഗികളെ കാണാൻ ഒരു മൂടില്ല എന്ന് പറയുമോ? ഇന്ന് മൂടില്ല, അതുകൊണ്ട് ഞാൻ ഇന്നൊരു സർജറിയും ചെയ്യണില്ല. അവരവരുടെ ജോലി ചെയ്യും. എന്ത് മൂടുമായിട്ട് ഒരു ബന്ധമില്ല. അതാണ് വിജയികളുടെ രഹസ്യം. എന്ന് വെച്ചാൽ അവരുടെ ജോലി എടുക്കുന്നതും മൂടുമായിട്ട് ഒരു ബന്ധമില്ല. മോട്ടിവേഷനും മൂടുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം എന്താണ്? അത് അവരുടെ ഐഡന്റിറ്റിയാണ്.
ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യും അറ്റ് വാട്ട് എവർ ദ സിറ്റുവേഷൻ ബി. എൻ്റെ സാഹചര്യം എന്തായാലും ഞാനത് ചെയ്തിരിക്കും എന്നുള്ളതാണ് അവരുടെ ഐഡന്റിറ്റി. അതുകൊണ്ടാണ് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. മോട്ടിവേഷൻ ഇല്ലാത്ത കാരണം നമ്മളിപ്പോൾ വിചാരിക്കും പലർക്കും മോട്ടിവേഷൻ ഇല്ല, അതുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ഷൻ എടുക്കാൻ തോന്നാത്തത് മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടല്ല. നമുക്ക് ആ കാരണങ്ങളൊന്നും ആദ്യം തന്നെ ഒന്ന് വിലയിരുത്താം. എന്തൊക്കെയാണ് നമുക്ക് ആക്ഷൻ എടുക്കാൻ തടസ്സമായി നിൽക്കുന്നത്? മോട്ടിവേഷൻ അല്ല എന്നുള്ളത് ആദ്യം ഉറപ്പിക്കുക. ഇനി ഓരോ കാരണങ്ങൾ എടുത്തു നോക്കുക. ഇതിൽ ഏതൊക്കെ കാരണങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. ആദ്യത്തെ ഒരു റീസൺ, നിങ്ങളുടെ ലക്ഷ്യം ഭയങ്കര വലുതാണ്, ഭയങ്കര വലുത്. അപ്പോൾ നിങ്ങൾക്കറിയാം ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അതിനെടുക്കേണ്ട ആക്ഷനും അത്ര വലുത് തന്നെയായിരിക്കും. വലിയ ലക്ഷ്യത്തിന് വലിയ ആക്ഷൻ തന്നെ വേണം. ഈ വലിയ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് പേടിയാണ്. ഈ വലുത് കാണുമ്പോൾ നമ്മൾ കണ്ടില്ലേ, കൊക്കൊക്കെ നിൽക്കുമ്പോൾ വലിയ മീനിനെ കണ്ടാൽ അത് കണ്ണടച്ചിരിക്കുള്ളൂ. അതിന് കൊക്കിൽ ഒതുങ്ങുന്നത് കണ്ടാൽ അത് പതുക്കെയാണ് കൊത്തിയെടുക്കും. അതേമാതിരി ഈ വലിയ ആക്ഷൻ എന്ന് പറയുമ്പോൾ ബ്രെയിന് ഇത് എനിക്ക് വലിയ പണി പിടിച്ച കാര്യമാണ്, അതുകൊണ്ട് വേണ്ട, അത് ആക്ഷൻ എടുക്കൂല. അത് കണ്ടെത്തുന്ന എളുപ്പപ്പണിയാണ്, പണിയെടുക്കാണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു ഫോൾട്ട്. ഇനി രണ്ടാമത്തെ ഒരു കാരണം, അത് വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ്, ഫിയർ ഓഫ് ഫെയിലിയർ. പരാജയപ്പെടുമോ എന്ന പേടി. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഫിയർ ഓഫ് ഫെയിലിയർ. തോൽക്കോ എന്നുള്ള പേടി. തോറ്റിട്ടൊന്നുമില്ല, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ഞാൻ പരാജയപ്പെട്ടാലോ എന്നുള്ളൊരു ഫീലിംഗ്. ഈ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ കാരണം ചെയ്യാണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇനി മൂന്നാമത്തെ റീസൺ, പെർഫെക്ഷനിസം. എന്ന് വെച്ചാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഞാൻ തുടങ്ങുള്ളൂ, എല്ലാം പെർഫെക്റ്റ് ആവണം. ഇപ്പം നിങ്ങൾക്കൊരു വീഡിയോ എടുക്കണം, നല്ല ക്യാമറ വേണം, നല്ല ലൈറ്റിംഗ് വേണം, നല്ലോണം എഡിറ്റിംഗ് പഠിക്കണം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. എനിക്ക് നല്ലോണം പ്രസൻറ്റ് ചെയ്യാൻ അറിയണം, നല്ലോണം സംസാരിക്കാൻ അറിയണം, നല്ല സ്ക്രിപ്റ്റ് വേണം, എന്നാലേ ഞാൻ ചെയ്യൂ. ഇതിനെയാണ് പെർഫെക്ഷനിസം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ഒന്നും പെർഫെക്റ്റ് ആയിട്ടില്ല, ആരും പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങിയില്ല. ചെയ്തിട്ടേ പെർഫെക്ഷൻ ആവൂ. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗമില്ല പെർഫെക്റ്റ് ആവാൻ. അല്ലാണ്ട് ആദ്യം ചെയ്യുമ്പോൾ തന്നെ പെർഫെക്റ്റ് ആവണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പെർഫെക്ഷനിസം നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയേ പറ്റൂ. ഇനി നാലാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. അവർക്ക് എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ല. അവർക്ക് ലക്ഷ്യമുണ്ട്, പക്ഷെ എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ ഗോളിൽ ക്ലാരിറ്റി ഇല്ല. എന്താണ് ഗോൾ എന്നുള്ള അവർക്ക് തീരെ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എന്ത് വേണം? ക്ലാരിറ്റി വേണം. ഗോളിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയാത്ത, ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ തുടങ്ങാണ്ടിരിക്കേണ്ടി വരും. ഇനി അഞ്ചാമത്തെ റീസൺ നോക്കാം. ഗോൾ ഇമോഷണൽ അല്ല. എന്ന് വെച്ചാൽ ആ ലക്ഷ്യത്തിനെ പറ്റി ആലോചിക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു വികാരം തോന്നുന്നില്ല. അത് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലേ കിട്ടിയില്ല, കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലേ വേണ്ട. അതിനോടൊരു പ്രത്യേകിച്ച് ഒരു ഇമോഷനും ഇല്ല. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആർക്കെങ്കിലും എന്ത് ചെയ്യാൻ തോന്നും. അപ്പോൾ ഒരു ഇമോഷനും ഇല്ലാത്ത ഗോൾ എടുത്തിട്ട് അത് എൻ്റെ ഗോളാണെന്നും പറഞ്ഞ് നടക്കുന്നു, അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുമില്ല. അപ്പോൾ ഈ കാലകാലത്ത് അതൊരു ഗോളായിട്ട് തന്നെ ഇരിക്കും. ആറാമത്തെ കാരണം, ഐഡന്റിറ്റി. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുള്ള ഐഡന്റിറ്റി എന്താണ്? ഞാൻ സ്ഥിരത ഇല്ലാത്ത ഒരാളാണ്, ഞാൻ എന്ത് ചെയ്താലും സ്ഥിരമായിട്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. മുമ്പുള്ള പല അനുഭവങ്ങളാണ്. ഈ ന്യൂ ഇയറിനൊക്കെ എടുത്ത പല തീരുമാനങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കി തന്നത് എന്താണ്? എനിക്ക് സ്ഥിരമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ സ്ഥിരത ഇല്ലാത്ത ഒരാളാണെന്നുള്ള ഐഡന്റിറ്റി ആയിരിക്കും ഉള്ളിലുണ്ടാവുക. അപ്പോൾ ആ ഐഡന്റിറ്റിയിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പറ്റി എന്താണോ വിശ്വസിക്കുന്നത് അതാണ് സംഭവിക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് തുടങ്ങിയാലും നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ ഉള്ളിലെങ്കിൽ ഐഡന്റിറ്റി മാറ്റിയേ പറ്റും. അപ്പോൾ ആറാമത്തെ റീസൺ അതാണ്. ഇനി നമുക്ക് ഏഴാമത്തെ റീസൺ എന്താണെന്ന് നോക്കാം. അത് വളരെ 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 കോമൺ ആയിട്ടുള്ള റീസണാണ്, ഡിസ്ട്രാക്ഷൻസ്. ഇപ്പോൾ അത് വളരെ വളരെയധികം ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് വളരെയധികം വലിയ ഡിസ്ട്രാക്ഷനായി മാറിയിട്ടുണ്ട്. നമുക്ക് തോന്നും ചില സമയത്ത് അതൊരു അനുഗ്രഹമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ എവിടെയെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ, അല്ല ട്രെയിൻ കാത്തിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യും, ഈ ഫോൺ ഉണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. എത്ര വലിയ ഡിസ്ട്രാക്ഷൻ, നമുക്കൊരു പ്രശ്നമേ അല്ല. അരമണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇരിക്കാൻ ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല. കാരണം എന്താണ്? ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട്. റീൽസ് നോക്കി ഇരുന്നാൽ മതി, അറിയില്ല, സമയം പോകുന്നതേ അറിയില്ല. പിന്നെ ലാസ്റ്റ് അയാൾ വന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കുമ്പോൾ ആയോ 1 മണിക്കൂർ കഴിഞ്ഞോ, അപ്പോഴായിരിക്കും വാച്ചെടുത്ത് നോക്കുക നമ്മൾ. പക്ഷെ അതൊരു ഡിസ്ട്രാക്ഷനാണ്. കാരണം നിങ്ങൾ ലക്ഷ്യമിട്ട് മുന്നോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴും ഇതേ സോഷ്യൽ മീഡിയ ഇതേ പണി നിങ്ങൾക്ക് എടുക്കും. ഫോൺ ഒരു ഡിസ്ട്രാക്ഷനാണ്, TV ഒരു ഡിസ്ട്രാക്ഷനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ? നമ്മുടെ മനസ്സിന് എപ്പോഴും ഇൻസ്റ്റൻറ്റ് സന്തോഷം കിട്ടണം, ഇൻസ്റ്റൻറ്റ് സന്തോഷം, ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് കിട്ടണം. അത് ഈ സോഷ്യൽ മീഡിയയിൽ ശരിക്കും കിട്ടും, ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ്. ഈ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ഒരു സിനിമയും കണ്ട് ഇത്രയും ചിരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ ട്രോളിലൊക്കെ കാണുമ്പോൾ നമ്മൾ ചിരിച്ച് നല്ലോണം ചിരിച്ചു പോകും, സന്തോഷത്തോടെ ചിരിച്ചു പോകും.
അങ്ങനെ എത്രയേ ഉള്ളൂ. കുറേ ചിന്തിക്കാനുള്ളതുണ്ടാവും, കുറേ ചിരിക്കാനുള്ളതുണ്ടാവും, കുറേ അനാവശ്യമായിട്ടുള്ളതുണ്ടാവും, കുറേ തള്ളുണ്ടാവും. പലതും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല. അതിങ്ങനെ കണ്ട് നമ്മളതിലിങ്ങനെ ലയിച്ചിരിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഇൻസ്റ്റന്റ് സന്തോഷം കിട്ടുക. ഇത്ര ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സന്തോഷം കിട്ടുന്ന വേറെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലിങ്ങനെ മുഴുകിയിരിക്കും. ഒരു സിനിമ കാണുകയാണെങ്കിൽ അതിനൊരു ടൈമുണ്ട്, 2 മണിക്കൂർ കഴിഞ്ഞാൽ നിൽക്കും. ഇത് അതുമില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. എത്രയോ ചെറുപ്പക്കാർ രാത്രി മുഴുവൻ റീൽസിന്റെ മുകളിൽ ഇരിക്കുന്നതും. ഇപ്പൊ പുറത്ത് എവിടെ പോയാലും ഇപ്പൊ ബീച്ചിൽ പോയാലും പുറത്ത് പോയാലും വാഹനങ്ങളിൽ ഒക്കെ നോക്കിയാൽ ഈ മൊബൈലും പിടിച്ച് തലയും കുമ്പിട്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാനുള്ളൂ. പ്രായമൊന്നുമില്ല. പണ്ട് പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പൊ പ്രായമുള്ള ആളുകൾക്കും ഇത് തന്നെയാണ് പരിപാടി. വയസ്സൊന്നും ഒരു പ്രശ്നമേ അല്ല. എല്ലാ പ്രായത്തിലുള്ളവരും ഒന്നും പറ്റിയില്ലെങ്കിൽ വാട്സാപ്പ് എടുത്ത് ഫ്രണ്ട്സിന് ഒരു ഗുഡ് മോർണിംഗ് അയച്ച് അവരും അതിൻ്റെ ഉള്ളിൽ സായുജ്യം അടഞ്ഞ് എല്ലാവരും ഇൻസ്റ്റന്റ് ഹാപ്പിനെസ്സുമായിട്ട് അതിൽ എത്ര പേര് കണ്ടു, എത്ര പേര് ലൈക്ക് ചെയ്തു, എത്ര പേര് എത്ര വ്യൂസ് കിട്ടി, ഇതൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റന്റ് സന്തോഷത്തിന് പിന്നാലെ നമ്മൾ പലരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു ഡിസ്ട്രാക്ഷനാണ്, നമ്മുടെ ഗോളിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പറഞ്ഞു തന്നു, ഡയഗ്നോസ് ചെയ്തു, കാര്യമായില്ലല്ലോ. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞു തരാണ്ട് കാര്യമുണ്ടോ? വെറുതെ കുറേ പ്രശ്നം പറഞ്ഞു തന്നൊരു കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഇന്നതാണ് പ്രശ്നം, പരിഹാരം പറഞ്ഞു തരണ്ടേ? അപ്പോൾ പരിഹാരങ്ങൾ പറഞ്ഞുതരാം, ഓരോന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ആദ്യത്തെ സീക്രട്ട് നമ്പർ 1, നിങ്ങൾക്ക് എങ്ങനെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിക്കുക എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വാല്യൂ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്കായാൽ നിങ്ങളുടെ ലൈഫ് മാറി.